പ്രചാരണത്തിലെത്തുന്ന ആളുകളോട് വിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഈ വിശ്വാസികൾ എന്ന് പറയുന്നത് പലപ്പോഴും CPM അനുഭാവികളാണ്, അവർക്ക് വോട്ട് ചെയ്യുന്നവരാണ്. അവർ പോലും ചോദിക്കുന്നു ഈ സ്വർണ്ണ കവർച്ചയെ കുറിച്ച്, അതിൽ പാർട്ടിക്കുള്ള ഉത്തരവാദിത്തത്തെ പറ്റി, എങ്ങനെയാണ് പാർട്ടിയുടെ പ്രസിഡന്റുമാർ ഇതിൽ വന്നത് എന്ന് ചോദിക്കുന്നു. പാർട്ടിക്ക് പങ്കില്ലേ എന്ന് അവരെ ആശങ്കപ്പെടുകയാണ്. അങ്ങനെ പ്രചാരണത്തിൽ പോലും ഒരു വല്ലാത്ത പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയൊരു പ്രചാരണ വിഷയമായി വളർന്നു വന്നപ്പോൾ CPM അല്ലെങ്കിൽ സർക്കാർ തീരുമാനിച്ചത് അല്ലെങ്കിൽ ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ലൈംഗിക അപവാദം സംബന്ധിച്ച കേസ് സജീവമാക്കി നിർത്തുക എന്നുള്ളതാണ്. അത് പൊലിപ്പിച്ചു നിർത്തുക, അത് കത്തിച്ചു നിർത്തുക എന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ എന്ന ഒരു തന്ത്രമാണ് CPM ആവിഷ്കരിച്ചത്. അങ്ങനെ ഈ കവർച്ച കേസിന്റെ വളരെ മാരകമായ പ്രത്യാഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ CPM ഭഗീരഥ പ്രയത്നം നടത്തുമ്പോഴാണ് അന്വേഷണത്തിലെ വേഗതക്കുറവ്, മന്ദഗതി നമുക്ക് മനസ്സിലാകുന്നത്, കേരളം മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പ്രതിപക്ഷം ഈ അന്വേഷണ സംഘത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത്, അത് മന്ദഗതിയിലായി എന്ന് പറഞ്ഞത്. അത് സർക്കാരിന്റെ സമ്മർദ്ദഫലമായിട്ടായിരുന്നു. ആ സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ, നിയന്ത്രണത്തിൽ നടത്തുന്ന അന്വേഷണമാണല്ലോ. അവ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ ചവിട്ടിപ്പിടിക്കൽ ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ കേസ് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുമായിരുന്നു. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുകയും അതിന് തുടർച്ചയായിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്താൽ യാതൊരു സംശയവുമില്ല CPM കളസം അടിമുടി കീറുമായിരുന്നു.